സാധാരണക്കാർക്കൊന്നും കയറി ചെല്ലാൻ കഴിയാത്ത കവടിയാർ കൊട്ടാരം, അവിടെ എങ്ങനെയാണ് മോഷണം നടന്നതെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? പ്രത്യേകിച്ച് നവംബറിൽ നടന്ന മോഷണമാണ്. പോലീസിനെ സംബന്ധിച്ച് എത്രത്തോളം വെല്ലുവിളിയാണിത്? കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൊട്ടാരത്തിൽ സന്ദർശനം നടത്തിയിരിക്കുന്ന വിദേശികളടക്കമുള്ള സന്ദർശകരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതായത് ആരൊക്കെയാണ് കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നത്, അവർ അവിടെ കൊട്ടാരത്തിൽ എത്തിയതിന് ഉദ്ദേശം എന്തായിരുന്നു, എത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ മുമ്പ് അവിടെ എത്താനുള്ള നീക്കം നടത്തിയിരുന്നു, ഒന്നിലേറെ തവണ ആരെങ്കിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ പരിശോധനയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ പുറത്തറിയാൻ വൈകിയെന്ന് മാത്രം. അതോടൊപ്പം കൊട്ടാരം ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും രാജകുടുംബാംഗങ്ങളെയും ഒക്കെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നും മൊഴിയെടുക്കുന്നുണ്ട്. വിശദമായ വിവരങ്ങൾ അറിയുന്നതിൻ്റെ ഭാഗമായാണ് അങ്ങനെ ഒരു നീക്കം. വിലപിടിപ്പുള്ള രത്നങ്ങളടക്കം ഏതാണ്ട് 2 കോടി രൂപ മൂല്യം വരുന്ന വസ്തുക്കളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊട്ടാരത്തിലെ ഒരു അലമാരയിൽ നിന്ന് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം കവടിയാർ കൊട്ടാരത്തിലെ ഈ മോഷണം അന്വേഷിക്കുന്നതിനായി അങ്ങനെ ഒരു അന്വേഷണത്തിന് രൂപം നൽകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയധികം ആളുകളിലേക്ക്, കാരണം ഈ മോഷണം നടന്ന മാസങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഈ വിവരം ഇപ്പോൾ പുറത്തറിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലതാമസം നേരിട്ട സമയത്തിനിടയ്ക്ക് മോഷ്ടാക്കൾക്ക് സുഗമമായി ഇത് പുറത്തേക്ക് എത്തിച്ച് രഹസ്യമായി സൂക്ഷിക്കുകയോ അതല്ല എങ്കിൽ മറിച്ച് വിൽപ്പന നടത്തുകയൊക്കെ ചെയ്യാം. കാരണം ആൻറ്റിക്സ് ആണ്. മാത്രമല്ല രാജകൊട്ടാരത്തിൽ നിന്നുള്ളൊരു അമൂല്യ രത്നമാണ്. രത്നങ്ങൾ അടങ്ങിയിട്ടുള്ള ആഭരണങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ മൂല്യം രാജ്യാന്തര മാർക്കറ്റിലടക്കം വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ മോഷണത്തിന് പിന്നിൽ അങ്ങനെ ഏതെങ്കിലും സംഘത്തിന് ബന്ധമുണ്ടോ? ഇതൊരു ഒറ്റ വ്യക്തി നടത്തിയ ഒരു തട്ടിപ്പെന്നതിനപ്പുറത്തേക്ക് അതിലൊരു കൃത്യമായ സംഘടിതമായൊരു നീക്കമാണ് നടന്നിരിക്കുന്നത് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.